അനുഭവം എന്ന് പറയുന്നത് അത് എന്താ പറയുക, നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവില്ല. അനുഭവങ്ങൾ നമ്മളിൽ മാത്രം നിൽക്കുന്നതായിട്ടുണ്ടാകുന്ന ഒരു വലിയ സത്യമാണ്. അത് വേറൊരാളോടും പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഒരു സത്യം ആകണമെന്നില്ല, അതിനകത്തൊരു അസത്യം പറയും. അസത്യങ്ങൾ എന്നിൽ നിൽക്കട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം വേറൊന്നുമല്ല അവനെ. തീർച്ചയായും. ഞാനിപ്പം ഒരു ഉദാഹരണം, ഇന്നതുപോലെ ഞാൻ ഉണ്ടായിരുന്നു, ഇന്നതുപോലെ ഞാൻ കണ്ടു, ഇന്നൊരു അനുഭവം എന്നിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ചിലപ്പം ഈ കേൾക്കുന്നവരെ സമയത്തുള്ള അതൊരു വലിയ മോശമായിട്ട് തോന്നും. ചിലർ അറിയില്ല അത് ഭയങ്കര ഇതായി. പക്ഷെ അതല്ല, ഇതിപ്പം എൻ്റെ അനുഭവം ഒരിക്കലും മോനുണ്ടാകില്ല, മോൻ്റെ അനുഭവം തീർച്ചയായും. ഒരിക്കലും വേറൊരാളുണ്ടാവില്ല. അത് അവനവനിൽ മാത്രം ഉണ്ടാകുന്ന ചൈതന്യം തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം മോൻ ചോദിച്ചു, എൻ്റെ 35 വർഷത്തെ ഇവിടുത്തെ ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ദാസനായാലും ഭഗവാനിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിവരിക്കപ്പെടാൻ പറ്റുന്നതല്ല. ഞാനത് പറയാൻ എനിക്ക് ഇഷ്ടമില്ല, വേറൊന്നുമല്ല, അതെന്നിലെ സത്യമാണ്. ആ സത്യം വേറൊരാൾ പറയുമ്പോൾ ചിലപ്പോൾ അയാൾ അത് ചിലപ്പം പുച്ഛമായിട്ട് തോന്നി. എന്നെ സംബന്ധിച്ച് അത് പുച്ഛമായിട്ട് തോന്നിയാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതിനപ്പുറം ഒരു വലിയ ഊർജ്ജത്തെ ഞാൻ കാണുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, എങ്കിൽ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ വ്യത്യസ്തമായ അനുഭവം ഭയങ്കര എന്താണ് നമുക്ക് പറയാൻ പറ്റാത്തതായ കാരണങ്ങളാണ് അതെന്ന് പറയുന്നത്. അത് എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും, എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും. കാരണം നമ്മളെല്ലാം വ്യത്യസ്തരല്ലേ.